റീസെന്റ് ആണ് ഞാൻ ഈ കാണുന്ന ക്ലേ കട്ടേഴ്സും ആ സ്മോൾ മാഗ്നറ്റ്സും വാങ്ങിയത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാം. ഏത് ഷേപ്പിലും സൈസസിലും വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാം. എന്റെ കയ്യിൽ ഇരിക്കുന്ന കട്ടേഴ്സ് ഫ്ലോറൽ പാറ്റേണിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് കൂടുതലും ഫ്ലവേഴ്സും പിന്നെ ഒരു ബട്ടർഫ്ലൈനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേപോലത്തെ കട്ടേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് മോൾഡ് ഒന്നും യൂസ് ചെയ്യാണ്ടാണ് 2 ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ കട്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല നല്ല പെർഫെക്ഷനിലും ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മുടെ കൈ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുത്ത് ചെയ്യുമ്പോഴേക്കും ടൈം കുറച്ച് എടുക്കുമെങ്കിലും പെർഫെക്ഷന് വലിയ കുറവൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റേ രീതിയിൽ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ. ഞാനിവിടെ മോൾഡ് ഇല്ലാണ്ട് 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ട്യൂലിപ്സും പിന്നെ മറ്റേത് ഓർക്കിഡ് പോലത്തെ ഒരു ഫ്ലവറും ആണ് ഉദ്ദേശിച്ചത്. ഏകദേശം അതുപോലെയൊക്കെ ആയി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കൂടാണ്ട് മോൾഡ് വെച്ചിട്ട് 3 ഫ്ലവറും ഒരു ബട്ടർഫ്ലൈനെയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. ഈ കാണുന്ന കുഞ്ഞു മാഗ്നറ്റ്സ് ഓരോന്നും ഇത് അതിന്റെ പുറകിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് പെയിന്റ് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ അതുവരെ ബൈ.